നമസ്കാരം. നമ്മുടെ നാട്ടില് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് തുടങ്ങാം. പത്തനംതിട്ട കുടുംബ കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി ലക്ഷക്കണക്കിന് യുവാക്കളുടെ കണ്ണുനീരിനുമേൽ നീതിപീഠം എഴുതിയ വലിയൊരു പുണ്യം തന്നെയാണ്. എന്താണ് അവിടെ ഉണ്ടായത്? ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടും മറ്റൊരു ബന്ധം കൊണ്ട് നടക്കുന്നു. അത് ചോദ്യം ചെയ്ത ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്നു, വഞ്ചിക്കുന്നു. ഒടുവിൽ ആ ചെറുപ്പക്കാരൻ കോടതിയെ സമീപിക്കുന്നു. കോടതി ആ പെണ്ണിനും അവൾക്ക് കൂട്ടുനിന്ന അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ കൂടി 15 ലക്ഷം രൂപയും പലിശയും പിഴയിടുന്നു. ആ പിഴ ആ ചെറുപ്പക്കാരന് കൊടുക്കാൻ ഉത്തരവിടുന്നു. കള്ളത്തരം കാണിച്ച് ഒരുത്തന്റെ ജീവിതം നശിപ്പിച്ചാൽ അതിന് ഏറ്റവും വില കൊടുക്കേണ്ടി വരും എന്നൊരു താക്കീത് പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ ഈ വിധി നമ്മൾ സംസാരിക്കേണ്ടതല്ലേ? എനിക്കിവിടെ ചോദിക്കാനുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ശക്തമായ നിയമങ്ങളുണ്ട്. അത് വേണം താനും. കാരണം അതിലാർക്കും ഒരു തർക്കം പറയാനില്ല. സ്ത്രീകൾ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ചിലരെങ്കിലും ഈ നിയമത്തെ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേരെങ്കിലും ഈ നിയമങ്ങളെ പുരുഷന്മാരെ പൂട്ടാനുള്ള, അവരെ ഒതുക്കാനുള്ള ഒരു ആയുധമാക്കുകയല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പിണക്കമുണ്ടായ, അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാരുടെ അഹങ്കാരം കാരണം നേരെ പോയി ഒരു കള്ളക്കേസ് കൊടുക്കുകയായി. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, പിന്നെ അമ്മായിയപ്പൻ കയറി പിടിക്കാൻ ശ്രമിച്ചു, പിന്നെ മറ്റെന്തൊക്കെ പീഡനമെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് അവസാനം വരന്റെ, അതായത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സ്ഥലം അറ്റാച്ച് ചെയ്യുന്നതിലേക്ക് വരെ അതെത്തും. അതായത് അവരെ വഴിയാധാരമാക്കണം. ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് മര്യാദയ്ക്ക് പോറ്റി സംരക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ കൊതിച്ച, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ഒരു കുടുംബത്തിന് അത് തന്നെ കിട്ടണം. അതുകൊണ്ട് സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പെങ്ങളും, ഇനി വയനാട്ടിൽ വേറെ ആരെങ്കിലും താമസം ഉണ്ടെങ്കിൽ അവരെയും ഒക്കെ ചേർത്ത് ഒരു കുടുംബത്തെ മുഴുവൻ അങ്ങ് പ്രതിപട്ടികയിൽ കയറ്റും. ഒരു കാര്യവുമില്ലാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങേണ്ടി വരുന്ന ആ ചെറുപ്പക്കാരന്റെയും അവന്റെ പ്രായമായ മാതാപിതാക്കളുടെയും അവസ്ഥ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരു കള്ളക്കേസ് ഉണ്ടാകുമ്പോൾ തകരുന്നത് ഒരു ചെറുപ്പക്കാരന്റെ വെറുമൊരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒന്നും അല്ല. അവന്റെ ജോലിയാണ് പോണത്, അവന്റെ യൗവനമാണ് തീരുന്നത്, നാട്ടുകാരുടെ മുന്നിൽ അവന്റെ മാനമാണ് കപ്പലേറുന്നത്. ചാനലുകാരും സോഷ്യൽ മീഡിയയും വന്ന് അവനെ ഒരു കൊടും കുറ്റവാളിയെ ചിത്രീകരിച്ച് അവന്റെ ചിത്രത്തെ അരച്ച് ചുവരിലൊട്ടിക്കും. ഒടുവിൽ 10ഉം 15ഉം കോടതിപ്പടികൾ കയറിയിറങ്ങി കാശും മാനവും കളഞ്ഞ് അവൻ നിരപരാധിയാണെന്ന് കോടതി പറയുമ്പോഴേക്കും അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായം കഴിഞ്ഞിട്ടുണ്ടാകും. തലയിലെ മുടി നരച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ആരാണ് മറുപടി പറയുക? കള്ളക്കേസ് കൊടുത്തവർ അവന് ആ ജീവിതം തിരിച്ചു കൊടുക്കും? ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ പുരുഷന് ജീവിക്കാൻ എന്താ അവകാശമില്ലേ? അവന് ആരുടെ എന്താ മകനല്ലേ? ഇത് പെട്ടെന്ന് കുടുക്കൽ നിന്ന് പൊട്ടിച്ചുണ്ടായി വന്നതാണോ ഒരു പുരുഷൻ എന്ന് പറയുന്നത്? നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണ്ടേ? നിയമം ദുരുപയോഗം ചെയ്ത് ഒരു നിരപരാധിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നവർക്കെതിരെയും ക്രിമിനൽ കേസ് എടുത്ത് ആ കേസിൽ കള്ളക്കേസ് കൊടുത്തപ്പോ ആ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ചെറുപ്പക്കാരനോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, ആ മറുഭാഗത്തുള്ളവർ കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ടവർക്ക് എന്ത് ശിക്ഷയാണോ ലഭിക്കാൻ സാധ്യതയുള്ളത് അത് തിരിച്ച് ഇപ്പുറത്തും ലഭിക്കണം. കള്ളക്കേസാണെന്ന് തെളിഞ്ഞാൽ ഇപ്പുറത്തും ലഭിക്കണം എന്ന് ഒരു നിയമം വരണ്ടേ? അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ വരണ്ടേ? കള്ളപ്പരാതി കൊടുക്കുന്നവർക്ക് അതേ നാണയത്തിൽ ജയിൽ ശിക്ഷ ഉറപ്പാകണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഈ കള്ളക്കേസ് കളി ഇവിടെ അവസാനിക്കൂ. പത്തനംതിട്ട കോടതി കാണിച്ച ആ മനസ്സ് എല്ലാ കോടതികളിൽ നിന്നും ഉണ്ടാകണം. കള്ളക്കേസുകളിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന, കോടതി വരാന്തകളിൽ ആയുസ് ഹോമിക്കുന്ന ഓരോ ചെറുപ്പക്കാരന് നീതി കിട്ടണം. നിയമം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതൊന്നും അല്ല, നിരപരാധികളെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് ഇനിയെങ്കിലും ചിലർ മനസ്സിലാക്കണം. ഇനി ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇങ്ങനെയുള്ള വ്യാജ പരാതികൾക്ക് മുന്നിൽ തകർന്നു പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ പറ്റൂ. പക്ഷേ different angles. Don't forget to subscribe and support this channel.